തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ നടനും ടി.വി.കെ അധ്യക്ഷനുമായ വിജയ്ക്ക് ഇന്ന് നിർണായക ദിനമാണ്. ടി.വി.കെയുടെ അംഗീകാരം റദ്ദാക്കണമെന്ന് ഉൾപ്പെടെ 2 ഹർജികൾ മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇന്നെത്തുന്നു. ഒന്ന് ടി.വി.കെയുടെ ഹർജി തന്നെയാണ്. ഈ അപകടത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുമാണ് പാർട്ടിയുടെ ആവശ്യം. വിജയുടെ ഭാവി, ഈ രാഷ്ട്രീയ ഭാവി തുലാസിലാകുമോ എന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയ വിദഗ്ധരും ലോകവും ഒക്കെ ഉറ്റുനോക്കുന്നത്. എന്തായാലും കരൂർ ദുരന്തത്തിൽ മരണം ഉയർന്നിട്ടുണ്ട്. 41ാമത്തെ ആളും മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പ്രദേശത്തേക്ക് എത്തും. പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്യും. കരൂരിൽ നിന്ന് അരുൺ അലത്തൂർ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, കരൂർ ദുരന്തത്തിൽ ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. കാരണം ഈ അപകടത്തിൽ ഏറ്റവും പ്രധാന കാരണക്കാരായിട്ടുള്ള ടി.വി.കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും വിജയുടെയും രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളതിൽ വളരെ നിർണായകമായ ദിവസമായിട്ട് ഇന്ന് മാറും എന്നുള്ളതാണ്. കാരണം ഇന്ന് ഇതുവരെ 3 ഹർജികളാണ് കോടതിയിൽ എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ഡിവിഷണൽ ബെഞ്ചിന് മുൻപിൽ എത്തിയിട്ടുള്ള ഒരു ഹർജി എന്നുള്ളത് അത് ടി.വി.കെയുടെ തന്നെ ഹർജിയാണ്. ആ ഹർജിയിൽ പറയുന്നത് ഈ അപകടം ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്നുള്ളതാണ്. അതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തങ്ങളുടെ പരിപാടിയിലേക്ക് ഒരു കല്ലേറ് ഉണ്ടായി, ഒപ്പം പോലീസുകാരെ ലാത്തി വീശി. ഇതൊക്കെ അപകടത്തിന് വഴിവെച്ചു, വലിയ തിക്കും തിരക്കും ഉണ്ടാവാൻ വഴിവെച്ചു എന്നുള്ളതാണ് ടി.വി.കെ എന്ന രാഷ്ട്രീയ പാർട്ടി പറയുന്നത് എന്നുള്ളതാണ്. ആ ടി.വി.കെയുടെ ഹർജിയിൽ ഇത് ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. CBI അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതേതായാലും ഉച്ചയോടുകൂടെ ആ ഹർജി കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മറ്റ് 2 ഹർജികൾ, ആ ഹർജികളിൽ ഒന്ന് ഈ അപകടത്തിൽ പരിക്കേറ്റ ഒരു വ്യക്തിയാണ്. ഈ പരിപാടിക്ക് വന്ന അപകടത്തിൽ പരിക്കേറ്റ ഒരു വ്യക്തിയാണ് ആ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ടി.വി.കെയുടെ മറ്റ് ഇനി വരുന്ന ദിവസങ്ങളിലുള്ള ആ പര്യടന പരിപാടികളൊക്കെ റദ്ദ് ചെയ്യണമെന്നാണ് ആവശ്യം. ഏകദേശം ഇനിയൊരു 30ഓളം സ്ഥലങ്ങളിലായിട്ടാണ് ഈ ടി.വി.കെയുടെ പരിപാടി നടത്താനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ആ പരിപാടികളൊക്കെ നിർത്തിവെക്കണം, അതിനെ ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. മറ്റൊരു ഹർജിയായിട്ട് ഉള്ളത് ഒരു അഭിഭാഷകൻ കൊടുത്ത ഹർജിയാണ്. അത് കുറച്ചുകൂടെ പ്രാധാന്യം അർഹിക്കുന്ന ഹർജിയാണ്. അതിൽ പറയുന്നത് ടി.വി.കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഈ പാർട്ടിക്ക് ഒരു പരിപാടി പോലും കൃത്യമായി സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ മൗലിക അവകാശം അത് കവരുന്ന തരത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം പരിപാടിയിലേക്ക് എത്തിയ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകേണ്ടതായിരുന്നു. ഒരു വെള്ളം പോലും നൽകാതിരുന്ന് ജനങ്ങളുടെ മൗലികാവകാശം കവരുകയാണ് ഇവിടെ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ ടി.വി.കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നുള്ളതാണ് ആവശ്യം. ഒപ്പം തന്നെ മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് ബാലവേല, അതായത് ഈ പരിപാടിയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെ എത്തി ഏകദേശം 9 കുട്ടികൾ ഉൾപ്പെടെ ഈ പരിപാടിയിലേക്ക് എത്തി മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലേക്ക് എത്തിച്ചത് അത് ബാലവേല നിരോധന നിയമപ്രകാരം വളരെ കുറ്റകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നുള്ളൊരു ആവശ്യമാണ് ആ 2ാമത്തെ ഹർജിയിൽ പറയുന്നത്. ഏതായാലും ഈ 2 ഹർജികളും കോടതി ഫയലിൽ സ്വീകരിക്കുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഹർജികളിൽ കോടതി വാദം കേൾക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ? വിജയ്ക്കും ടി.വി.കെക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാവുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. ഒപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ എന്തായിരിക്കും കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? നേരത്തെ തന്നെ വിജയിയെ കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിലും ടി.വി.കെയും മറ്റും വലിയ കുറ്റപ്പെടുത്തുകയും സംഘാടനത്തിൽ പിഴവ് സംഭവിച്ചു എന്നുൾപ്പെടെ പറയുകയുമായിരുന്നു സർക്കാർ ചെയ്തത്. ഒപ്പം ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് വിജയ് വൈകി എത്തിയതുൾപ്പെടെ അപകടത്തിന് വഴിവെച്ചു എന്നുള്ളതാണ് ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ പറഞ്ഞത്. ഏതായാലും ഈ പശ്ചാത്തലത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട്. നിലവിൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ തെളിവെടുപ്പ് തുടരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടെ ജസ്റ്റിസ് അരുണ ജഗദീശൻ അവരുടെ നേതൃത്വത്തിൽ ഈ അപകടം നടന്ന സ്ഥലത്തും ഒപ്പം തന്നെ ആശുപത്രിയിൽ, കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയൊക്കെ അവർ നേരിട്ട് സന്ദർശിക്കുകയുണ്ടായി. ഏതായാലും ഇന്നിപ്പോൾ അത്തരത്തിൽ അരുണ ജഗദീശൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇന്നും പുരോഗമിക്കുന്ന കാഴ്ചയാണ്. അവർ ഇന്ന് അതിരാവിലെ തന്നെ
ഈ ഞാൻ നിൽക്കുന്ന കരൂരിലെ അപകടം സംഭവിച്ച വേലുസ്വാമിപുരത്ത് എത്തുകയുണ്ടായി. മെഡിക്കൽ കോളേജിൽ പോയി മറ്റ് പരിക്കേറ്റ ആളുകളെയൊക്കെ അവർ സന്ദർശിക്കുന്നുണ്ട്. വിശദമായിട്ട് ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് DMK സർക്കാർ, സ്റ്റാലിൻ സർക്കാർ പറയുന്നത്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണത്തിലെ റിപ്പോർട്ടിനെ അനുസരിച്ച് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും അത്തരത്തിൽ ഒരു വശത്ത് ആ തരത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം BJP ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യവുമായിട്ട് രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും വേലുസ്വാമിപുരത്ത് നമുക്ക് കാണാൻ സാധിക്കും പോലീസിൻ്റെ വലിയ സുരക്ഷ ഇപ്പോഴും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളും മറ്റുമൊക്കെ ഈ അപകട സ്ഥലം കാണാൻ വരുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ അപകടത്തിൽ ഇതുവരെ വിജയുടെ ഭാഗത്തു നിന്ന് 2 തവണ ഒരു നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതല്ലാതെ ഒരു ഔദ്യോഗിക പ്രതികരണം വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിജയ് മാധ്യമങ്ങളെ കാണാൻ തയ്യാറാവുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഒപ്പം വിജയ് അപകടത്തിന് ശേഷം ഇവിടെ നിന്ന് ഒളിച്ചോടി എന്നുള്ള വളരെ രൂക്ഷമായ വിമർശനം ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ വിജയ് ഇനി ഈ കരൂരിലേക്ക് തിരിച്ച് എത്തുമോ, അതിനെ പോലീസ് അനുമതി നൽകുമോ എന്നുൾപ്പെടെ അറിയേണ്ടതായിട്ടുണ്ട്. വിജയ് ഏതായാലും ഇപ്പോഴും ചെന്നൈയിൽ തൻ്റെ വസതിയിൽ തുടരുന്ന സാഹചര്യമാണ്. അവിടെ നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കോ മറ്റോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ ഒരു ദുഃഖകരമായ കാര്യം എന്നുള്ളത് ഈ അപകടത്തിൽ മരണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ 40 പേരുടെ, ആദ്യം 39 പേരുടെ മരണമായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടെ ഒരാൾ കൂടെ മരിച്ചു. അങ്ങനെ 40 പേരുടെ മരണമായി. ഇപ്പോൾ ആ 40 മരണം എന്നുള്ളത് ഒരു മരണം കൂടെ സംഭവിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ ഒരു മരണം കൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ 41 മരണമായിരിക്കുന്നു ഇന്ന് എന്നുള്ളതാണ്. അത് വളരെ ദുഃഖകരമായ സംഭവമാണ്. ഇന്ന് മരിച്ചിരിക്കുന്നത് ഈ വേലുസ്വാമിപുരത്തെ തന്നെ വ്യക്തിയായ സുഗുണ എന്ന 65-കാരിയാണ്. ഈ സുഗുണ എന്ന 65-കാരി അവർ ആദ്യം ചികിത്സ തേടുകയും പിന്നീട് അപകടത്തിൽ പരിക്കേൽക്കുകയും അവരെ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അവിടെ ICUവിലായിരുന്നു അവർ. ആ ICUവിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ 60ഓളം ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ 7 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. അതിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണെന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും നൽകുന്ന വിവരം എന്നുള്ളതാണ്. ഒപ്പം ഇന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലേക്ക് എത്തുന്നുണ്ട്. ഒരു ഉച്ചയ്ക്ക് 12 മണിയോടുകൂടെ തന്നെ കരൂർ മെഡിക്കൽ കോളേജിലെത്തി ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി സന്ദർശിക്കും എന്നുള്ളൊരു അറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ന് എന്തായിരിക്കും ഈ അപകടത്തിൽ പരിക്കേറ്റവരെയൊക്കെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പറയാൻ പോകുന്നത് എന്നുള്ളതും വളരെ നിർണായകമായ കാര്യമാണ് ഇന്നത്തെ ദിവസത്തിൽ. ഏതായാലും ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, കോടതിയിൽ ഈ ഹർജികളിൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്, വിജയുടെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി എന്താവും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും അരുൺ അൽത്തൂരാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. കരൂരിൽ നിന്നാണ് തത്സമയം നമ്മളോടൊപ്പം ചേർന്നത്.